ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കേട്ടുകേഴ്വിയല്ല, യഥാർത്ഥ സത്യം. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പുള്ളി, പട്ടാമ്പി, ഷൊർണൂർ. കൊപ്പം എറയൂരിൽ ഗ്രാമീണ വായനശാല പ്രവർത്തനം ആരംഭിച്ചു. മുഹമ്മദ് മുഹസിൻ MLA വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ എറയൂർ ഗ്രാമീണ വായനശാല പ്രവർത്തനം ആരംഭിച്ചു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു മികച്ച റോഡ് ഒരു പ്രദേശത്തുനിന്ന് അടുത്ത പ്രദേശത്തേക്ക് ബന്ധിപ്പിക്കുന്നതായിരിക്കും. ഒരു പാലം എന്ന് പറയുന്നത് ഒരു കരയെ മറ്റേ കരയുമായി ബന്ധിപ്പിക്കുന്നതാണ്. എന്നാൽ ഒരു വായനശാല എന്ന് പറയുന്നത് ഒരു തലമുറയെ അടുത്ത തലമുറയുമായി ബന്ധിപ്പിക്കുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല, വായനശാലകൾക്ക് മറ്റൊരു പ്രത്യേകത, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നിച്ചിരുത്തി ഒരേ ലക്ഷ്യത്തിന് വേണ്ടി അവരെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഗ്രാമീണ വായനശാലകൾ. കൂടുതൽ അറിവ് ലഭ്യമാക്കാനും ചർച്ചകൾ സംഘടിപ്പിക്കാനും അതുവഴി എല്ലാ വിഭാഗം ആളുകൾക്കും ഏത് പ്രായത്തിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാനും ആധുനിക വായനശാലകൾക്ക് കഴിയും. ഒരു കാലത്ത് ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായൊക്കെ ഇന്ത്യ രാജ്യത്താകമാനം ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. കേരളത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ലൈബ്രറി മൂവ്മെന്റ് നടപ്പിലാക്കിയത്. കേരളം ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതിന് വായനശാലകൾക്ക് വലിയ പങ്കുണ്ട്. സാക്ഷരതാ പ്രസ്ഥാനം അടക്കമുള്ള വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ, അതിനെ എൻകാഷ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ ഗ്രാമീണ വായനശാലകൾ കൂടി വളർന്നപ്പോൾ അത് ഓരോ പ്രദേശത്തും ആളുകൾക്ക് അറിവുണ്ടാകാനും പുതിയ ലോകം കണ്ടെത്താനും ഒക്കെ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടായി. പലരും നമ്മുടെ ഗ്രാമീണ വായനശാലകളിൽ വന്ന് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പുതിയ ലോകം തുറക്കുകയും അതിലൂടെ ലോകത്തെ കാണുകയും നമ്മുടെ വീക്ഷണങ്ങൾ മാറുകയും അങ്ങനെ മലയാളിയിൽ വലിയ മാറ്റമുണ്ടാക്കുന്നതിനും വായനശാലകൾ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇതിന്റെ പുറമെയാണ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല അധ്യക്ഷയായി. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി O രാജൻ മുഖ്യാതിഥിയായി. വായനശാല പ്രസിഡന്റ് T കൃഷ്ണദാസ്, സെക്രട്ടറി Dr. K സുബ്രഹ്മണ്യൻ, ജംഷീറ, രാജൻ മാടായിൽ, കൃഷ്ണദാസൻ, M രാജൻ, KP ജിനചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വായനയുടെയും വിജ്ഞാനത്തിന്റെയും സാംസ്കാരിക മുന്നേറ്റം ലക്ഷ്യം വെച്ചാണ് വായനശാല പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾ കാര്യം പറ, ഞാൻ രണ്ട് വഴിക്കാക്കി തരാം. ഞാൻ ഗൾഫിലായിരുന്നു സാറ്. സാറേ, വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ മരുഭൂമി പോയി കഷ്ടപ്പെട്ടാക്കിയ പൈസ ഒക്കെ ഇവള് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട് കളയാ. ഭാര്യയുടെ പാഴ്ചിലവ് തെളിവ്. എടാ ഉണ്ണി, നിന്റെ ഭാര്യ പിന്നെ ആ കുടുംബിനി സൂപ്പർ മാർക്കറ്റിൽ കയറിപ്പോണ്ട്. അവിടെ ഭയങ്കര പറ്റിക്കലാടാ. ഇതാരാ? നമ്മളെ പീതാംബരൻ. ഈ കുത്തിത്തിരിപ്പുകാര് പറയണതാണോ കുടുംബിനിയുടെ ബില്ല് പറയണതാണോ സത്യം? സാറൊന്ന് നോക്കി. ഇക്കണ്ട സാധനങ്ങൾക്ക് ഇത്ര വില കുറവോ? നല്ല ഡിസ്കൗണ്ടും ആണോ? എടാ ഉണ്ണി, സ്മാർട്ടായിട്ടൊരു കുടുംബിനി വീട്ടിലുണ്ടെങ്കിൽ അവളുടെ ചോയ്സ് എന്തും കുടുംബിനിയായിരിക്കും. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കേട്ടുകേഴ്വിയല്ല, യഥാർത്ഥ സത്യം. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പുള്ളി, പട്ടാമ്പി, ഷൊർണൂർ.